അന്ന് നമ്മള് ക്ലാസ്സില് കേറിയിട്ടുണ്ടായിരുന്നു. റോയ്സൻ ബ്രദറിന്റെ ക്ലാസ്സിന്റെ അന്ന് കേറിയിട്ട് ജസ്റ്റ് ടോപ്പിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാ? സമാന്തര സുവിശേഷങ്ങൾ എന്നാ പറഞ്ഞു. അത് റോയ്സൻ ബ്രദറിന്റെ ക്ലാസ് ആയിരുന്നു. ശിഷ്യത്വം അല്ലേ പറഞ്ഞത്? എന്താ? ശിഷ്യനായി തീർന്നാലുള്ള പ്രയോജനങ്ങൾ. കറക്റ്റാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നമ്മുടെ ബുക്ക് അനുസരിച്ചിട്ട് ഈ കോഴ്സിലെ ടോപ്പിക്കുകൾ നമ്മൾ ഓർഡർ ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഇന്ന് ചാപ്റ്റർ 5 ആണ്, 5-ാമത്തെ അധ്യായമാണ്. അതിന്റെ ഹെഡിങ് എന്ന് പറഞ്ഞാല് ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ പ്രയോജനങ്ങൾ. ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ പ്രയോജനങ്ങൾ എന്നതാണ്. അതായത് ഒരാള് ക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്നാൽ എന്തൊക്കെ പ്രയോജനങ്ങൾ, എന്തൊക്കെ ഗുണങ്ങൾ, ബെനിഫിറ്റ്സ് ഉണ്ട് എന്നാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. 2 പോയിന്റാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒരു വ്യക്തി ക്രിസ്തുവിന്റെ ശിഷ്യനായിട്ട് തീർന്നാല് ലഭിക്കുന്ന പ്രയോജനങ്ങളിനെ 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് വ്യക്തിപരമായ പ്രയോജനങ്ങൾ, രണ്ടാമതായിട്ട് സാമൂഹികമായ പ്രയോജനങ്ങൾ. അതായത് ഒരു ആള് ക്രിസ്തുവിന്റെ ശിഷ്യനായിട്ട് തീരുമ്പോൾ അയാൾക്ക് വ്യക്തിപരമായി ലഭിക്കുന്ന പ്രയോജനങ്ങളും അതുപോലെ അയാൾ ഉൾപ്പെടുന്ന, ആ ശിഷ്യൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങളും ഗുണങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോ ക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്നവർ അല്ലെങ്കിൽ ശിഷ്യരായി തീർന്നവരാണ് ക്രിസ്തുവിനെ കുറിച്ചിട്ട് പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്, കൂടുതൽ അറിയുവാനോ ഒക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്നവരാണ്. അപ്പോ അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ്, വ്യക്തിപരമായ പ്രയോജനങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തില്? ഒരു ക്രിസ്തു ശിഷ്യൻ വ്യക്തിപരമായി അനുഭവിക്കുന്ന അയാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്നത് കൊണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തൊക്കെ ഗുണങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും, എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടായിരിക്കും എന്ന് നിങ്ങളുടെ വാക്കുകളിൽ ഒന്ന് പറയാം. അതിനുശേഷം നമുക്ക് ഈ സിലബസ് പ്രകാരമുള്ള പോയിന്റ്സ് ഞാൻ പറയുന്നതായിരിക്കും. ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ തോന്നും. ആഡംബരവും മോഹങ്ങളിൽ നിന്നൊക്കെ ഒരു വിട്ടു നിൽക്കാനുള്ള ഒരു തോന്നലുണ്ടായിരിക്കും. ഓക്കെ, അനുഗ്രഹങ്ങള് ദൈവികമായ അനുഗ്രഹം. ഇനി ആർക്കേലും പറയാണ്ടെങ്കിൽ പറയാം. അതായത് ഒരു വ്യക്തിക്ക് ആത്മീകമായിട്ടും ഭൗതികമായിട്ടുമുള്ള പ്രയോജനങ്ങൾ ഉണ്ടാകും. അത് നിങ്ങൾക്കറിയാവുന്ന പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ക്രിസ്തുവിന്റെ സ്വഭാവം പോലെ ആയിത്തീരാനുള്ള മനോഭാവം, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നത് കൊണ്ടുള്ള മാറ്റങ്ങൾ ആ വ്യക്തിക്ക് മാറ്റം വരുത്തുന്നു. ഒരു വേർപാടിന്റെ അനുഭവം ഉണ്ടാകും. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാനായിട്ട് ഇടയായി. അപ്പൊ നമ്മളൊരു ക്രിസ്തു ശിഷ്യനായി തീർന്നാൽ അയാൾക്ക് വ്യക്തിപരമായിട്ട് അനുഭവിക്കുന്ന ഗുണങ്ങൾ, പ്രയോജനങ്ങൾ, ബെനിഫിറ്റ്സ് ഈ ലോകത്തിലെ മറ്റു വ്യക്തികളിൽ നിന്ന് ഒരു ക്രിസ്തു ശിഷ്യന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ് വ്യക്തിപരമായ പ്രയോജനങ്ങൾ. അതിൽ വരുന്നത് ഒന്നാമതായിട്ട് നിങ്ങളുടെ ടോപ്പിക്കിൽ കൊടുത്തിരിക്കുന്നത് വീണ്ടും ജനനം എന്നൊരു അനുഭവം പ്രാപിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തിപരമായ പ്രയോജനത്തിൽ ഒന്നാമതായിട്ട് വരുന്നത് വീണ്ടും ജനനം. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് വീണ്ടും ജനനത്തിന്റെ അനുഭവമാണ് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യേശു കർത്താവിന്റെ അടുക്കൽ നിക്കോദമോസ് വന്ന് ചോദിക്കുന്ന ഭാഗങ്ങൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. യേശു പറയുന്ന മറുപടികൾ നമുക്കറിയാം. അപ്പൊ വീണ്ടും പുതുതായി ജനിക്കണമെന്ന് യേശു ആ വ്യക്തിയോട് പറഞ്ഞപ്പോൾ ആ വ്യക്തി അത്ഭുതപ്പെട്ടു പോയി, അല്ലെ? എങ്ങനെയാണ് സാധിക്കുക? അമ്മയുടെ ഉദരത്തിൽ കടന്ന് രണ്ടാമതും ജനിക്കുവാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. ആ സംശയത്തിനെല്ലാം നമ്മുടെ യേശു കർത്താവ് മറുപടി പറയുന്നുണ്ട്. വെള്ളത്താലും ആത്മാവിനാലുമാണ് വീണ്ടും ജനിക്കുന്നത് എന്ന് യേശു കർത്താവിന്റെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ വീണ്ടും ജനിക്കുന്നത്? വീണ്ടും ജനനം എന്തൊരു പേഴ്സണൽ ബെനിഫിറ്റ് ആയിട്ട് നമ്മളോട് പറയുമ്പോൾ
ഒരു വ്യക്തി വീണ്ടും ജനിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ബൈബിള് വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് ഒരു വചനം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. റോമർ 3:23 അപ്രകാരം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല. എന്താണ്? എല്ലാവരും പാപം ചെയ്തിട്ട് അവരുടെ അവസ്ഥ, ഒരു മനുഷ്യന്റെ അവസ്ഥ എപ്രകാരമാണെന്നാണ് ആ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ലോകത്തിലേക്ക് നോക്കിയാൽ അറിയാം, ആരും അത് അംഗീകരിക്കുന്നില്ല. എല്ലാവരും വ്യക്തിപരമായി നല്ല ആളുകളാണെന്ന് മനസ്സിൽ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. പക്ഷെ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് ദൈവത്തിന്റെ മുൻപാകെ ഈ ലോകത്തിൽ ജനിക്കുന്ന ഓരോ വ്യക്തികളും പാപികളായിട്ടാണ് കരുതപ്പെടുന്നത്. എന്നാൽ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോഴാണ് ആ പാപി എന്നുള്ള അവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ മകനായി മകളായി തീരുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് അതിനോട് റിലേറ്റഡ് ആയിട്ട് ഒരു വചനം കൂടി വായിക്കാം. റോമർ 3-ന്റെ തന്നെ 10-ാം വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല. അപ്പൊ നമ്മളെ പഠിപ്പിക്കുന്നത് നീതിമാൻ ആരുമില്ല എന്നുള്ളതാണ്, ഒരുത്തൻ പോലുമില്ല. അപ്പോ നമ്മുടെ സ്വയനീതിയും വിശുദ്ധിയും കൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വീണ്ടും ജനനത്തിന്റെ ആവശ്യം ഒരു വ്യക്തിക്ക് ഉണ്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റ് വ്യക്തിപരമായ പ്രയോജനങ്ങളാണ്. ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങളിലെ ഒന്നാമത്തെ പോയിന്റാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വീണ്ടും ജനനം എന്നതാണ്. അപ്പൊ എന്തിനാണ് വീണ്ടും ജനിക്കുന്നത് എന്നാണ്. അപ്പൊ എന്തിനാണ് വീണ്ടും ജനിക്കേണ്ടത് എന്ന് ഒരു വ്യക്തി ചിന്തിക്കുന്നു. നിക്കോദമോസ് എന്ന ആ പ്രമാണി പോലും യേശു പറഞ്ഞപ്പോൾ വളരെയധികം സംശയം അദ്ദേഹത്തിനുണ്ടായി. എന്തിനാണ് നാം വീണ്ടും ജനിക്കേണ്ട ആവശ്യം, പുതുതായി എങ്ങനെ ജനിക്കും എന്നൊക്കെ മാനുഷികമായിട്ട് ഒരാൾക്ക് വരുന്ന സംശയങ്ങളാണ്. അതിനാണ് നമ്മൾ ഈ വചനങ്ങൾ വായിച്ചത്. ദൈവത്തിന്റെ മുൻപാകെ ഒരു മനുഷ്യന് നീതിമാനല്ല, അതുപോലെ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നതാണ്. ഒരു വചനം കൂടി വായിക്കാം. യേശു പറഞ്ഞൊരു വചനം നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യം. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. നമുക്ക് ആ വചനത്തിൽ കേട്ടപ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കളാണെന്ന്. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന ആളുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ യേശു കർത്താവ് അവരെ കുറിച്ച് പറയുന്നത് പിശാച് എന്ന പിതാവിന്റെ മക്കൾ. അന്നത്തെ കാലത്ത് വലിയ പ്രമാണികളായിട്ടുള്ളത് ദൈവത്തിന്റെ ആളുകൾ എന്ന് പറയപ്പെടുന്ന വ്യക്തികളോടാണ് യേശു അത് പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അറിയാം, അതില് തന്നിൽ വിശ്വസ്ത യഹൂദന്മാരോട്, അതുപോലെ വിശ്വസിക്കാത്ത യഹൂദന്മാരുണ്ടായിരുന്നു, അവരോടെല്ലാം കൂടി സംസാരിക്കുമ്പോഴാണ് യേശു ഈ വചനം പറയുന്നത്. നിങ്ങൾ ആരുടെ മക്കൾ എന്നാണ് അവരോട് പറയുന്നത്? പിശാച് എന്ന പിതാവിന്റെ മക്കളാണെന്ന് അവരോട് പറയുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു വ്യക്തിക്ക് എങ്ങനെ ദൈവത്തിന്റെ മക്കളായിട്ട് തീരാൻ പറ്റും, ദൈവത്തിന്റെ മകൾ എന്ന പദവിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നതാണ് നമ്മുടെ യേശു കർത്താവ് പഠിപ്പിച്ചത്. അതിനായിട്ട് നമുക്ക് ഒരു വചനം കൂടി വായിക്കാം. എങ്ങനെയാണ് ഒരു ദൈവ പൈതലായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ മകൻ ആയി തീരുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മകളായി തീരുവാൻ സാധിക്കുന്നത്? അപ്പൊ യേശു കർത്താവ് പറഞ്ഞ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാം, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ എന്ന ആ ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത്. ഈ ലോകത്തിലെ മനുഷ്യര് ദൈവത്തിന്റെ വചനം അനുസരിച്ച് പഠിക്കുമ്പോൾ, നാം മനസ്സിലാക്കുമ്പോൾ, അത് പലർക്കും മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം അപ്രകാരമാണ് പറയുന്നത്. അപ്പോൾ യേശു കർത്താവ് പറയുക, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ 1:12. ദൈവമക്കളാക്കുവാൻ അവന് അധികാരം കൊടുത്തു. അപ്പൊ ഈ വചനത്തിൽ നമുക്ക് വായിച്ചു കേട്ടതുപോലെ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ എങ്ങനെ ഒരു ദൈവപൈതലായിട്ട് തീരുവാൻ പറ്റും? യേശു കർത്താവിനെ കൈക്കൊണ്ട് യേശു കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വാസത്തിലൂടെയാണ് ദൈവത്തിന്റെ മകനും മകളുമായിട്ട് തീരുന്നത്.
എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു എന്റെ കർത്താവാണ്, എന്റെ രക്ഷകനാണെന്ന് നമ്മള് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായിക്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. അതിന്റെ വ്യക്തമായിട്ടുള്ള വിശദീകരണം റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. റോമർ 10:9. ദൈവപൈതലായി യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ അവിടെ എഴുതിയിട്ടുണ്ട്, യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയാം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അതാണ് നമ്മള് ഒരു ദൈവത്തിന്റെ മകൻ മകൾ എന്ന പദവിയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു അനുഭവം, ഒരു പ്രോസസ്, ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താവ് എന്ന് നമ്മള് വായിക്കൊണ്ട് ഏറ്റു പറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത് എന്ന് നമ്മുടെ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ച ആൾക്ക് അത് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതാണ് ഒരു ക്രിസ്തു ശിഷ്യന്റെ ആത്മീകമായിട്ട് അദ്ദേഹം നേടിയെടുക്കുന്ന ഒരു വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ മകൻ മകൾ എന്ന പദവിയിലേക്ക് വീണ്ടും ജനനത്തിലൂടെ ആയിത്തീരുന്നു. അപ്പൊ വീണ്ടും ജനനം, നമുക്കറിയാം ഈ ലോകത്തിലേക്ക് ഒരു ശിശു ജനിക്കണമെങ്കിൽ ഒരു അമ്മ എത്രമാത്രം റിസ്ക് എടുക്കണം, കഷ്ടപ്പാട് സഹിക്കണം. ദൈവം ഒരാളെ ഈ ലോകത്തിലേക്ക് ജനിപ്പിക്കുന്നു, ഈ ലോകത്തിൽ സൃഷ്ടിക്കുന്നു ഒരു മാതാവിന്റെ ഉദരത്തിലൂടെ. അപ്പോ മാനുഷികമായിട്ടുള്ള ചിന്ത ജനനത്തെ കുറിച്ച് അപ്രകാരമൊക്കെയാണ്. എന്നാൽ ആത്മാവിന്റെ ഒരു ജനനം, നിത്യജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരു ജനനം കൂടെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഈ ഭൂമിയിൽ നമ്മൾ ആകുന്നതിന് വേണ്ടി ഒരു ജനനത്തിലൂടെ നമ്മൾ ഈ ഭൂമിയിലേക്ക് എത്തുകയാണ്. നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ നമ്മൾ വളർന്ന് ഈ ഭൂമിയിലേക്ക് നമ്മൾ ജനിക്കുന്നു. വീണ്ടും ആ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് വീണ്ടും ജനനം നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതൊരു ക്രിസ്തു ശിഷ്യന് ലഭിക്കുന്ന വലിയ ഒരു ഭാഗ്യ പദവിയാണ്. അതിലൂടെ നമുക്ക് ദൈവത്തിന്റെ മകളാകുവാനുള്ള ഒരു അവസ്ഥ ദൈവം നൽകി തന്നിരിക്കുകയാണ്. അപ്പൊ വിശ്വാസത്താലാണ് ഇത് അംഗീകരിക്കുവാനായിട്ട് പറ്റുന്നത്. റോമർ 5:1 പ്രകാരമാണ് പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് ആ സമാധാനം നമുക്ക് പ്രാപിക്കുവാനായിട്ട് പറ്റും. ദൈവത്തോട് സമാധാനമുണ്ട് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ആത്മീക ബെനിഫിറ്റ് ആണത്. അതുപോലെ നേരത്തെ നമ്മൾ ഓർമ്മിപ്പിച്ചതുപോലെ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഭൗതികമായിട്ടുള്ള തലത്തിലും ഒരു വ്യക്തി ക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്നാൽ ആ വ്യക്തിയുടെ ആത്മാവിന് നിത്യജീവൻ ലഭിക്കുന്നു, നിത്യരക്ഷ കരസ്ഥമാക്കുന്നു. അത് നമ്മുടെ ഭൗതിക മേഖലകളിലും പ്രതിഫലിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ വ്യക്തിപരമായ പ്രയോജനത്തിന് നമ്മൾ ഒന്നാമത് പറഞ്ഞ പോയിന്റ് വീണ്ടും ജനനം എന്നതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് സ്വഭാവ രൂപീകരണം എന്നുള്ളതാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ശിഷ്യരാകുന്നവർക്ക് ദൈവിക സ്വഭാവങ്ങളുടെ ഒരു പങ്കാളിത്തം ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് 2 പത്രോസ് 1:4 വാക്യത്തിൽ വായിക്കാം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതിന് നിങ്ങൾ ആ പോയിന്റുകൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റം വരും. ക്രിസ്തു ശിഷ്യനാണെങ്കിലേ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരും. ആരുടെ സ്വഭാവമായിരിക്കും? ക്രിസ്തുവിന്റെ ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരും. അത് ഒറ്റ ആ മിനിറ്റ് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഓരോ ദിവസവും ഒരു ക്രിസ്തു ശിഷ്യൻ മാറിക്കൊണ്ടിരിക്കും, യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ യഥാർത്ഥമായി വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്ന വ്യക്തിയുടെ ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആ ക്രിസ്തു, ആ ദൈവമായ പിതാവിനോടുള്ള ഒരു അനുരൂപപ്പെടല് അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വചനമാണ് 2 കൊരിന്ത്യർ 5:17. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അപ്പൊ ഈ വചനം വെച്ചിട്ട് പലരും ദൈവമക്കളെ വിലയിരുത്തുകയും അയാൾ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ട് അയാളിലെ ഒരു വ്യത്യാസവുമില്ല എന്നൊക്കെ പറയുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് സാധാരണ കേൾക്കാനായിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് ഒരു ആള് ക്രിസ്തുവിനെ സ്വീകരിച്ച അതേ മിനിറ്റിൽ തന്നെ
ആ ആളുടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മാറി വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആത്മാവിന് രക്ഷ, നിത്യജീവൻ കിട്ടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ നമ്മുടെ ഭൗതിക ചുറ്റുപാടുകൾ, നാം ഈ ജഡശരീരത്തിലാണ് ജീവിക്കുന്നത്. നമ്മളതിനെ എപ്പോഴും നമുക്ക് എപ്പോഴും പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും എല്ലാം നേരിടുന്ന ഒരു ശരീരത്തിലും അങ്ങനെയുള്ള ഒരു ലോകത്തിലും നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനോട് പല പരീക്ഷണങ്ങൾ, പോരാട്ടങ്ങൾ എല്ലാം നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, അത് സത്യമായ കാര്യമാണ്. എന്നാൽ അവരുടെ സ്വഭാവത്തിലെല്ലാം വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസവും രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനോടുള്ള ദിവ്യ സ്വഭാവത്തിനെ കൂട്ടാളികളായിട്ട് തീരുവാൻ ഇടയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ഒരു മാജിക് പോലെ സംഭവിക്കൊന്നുമില്ല. ഒരാളുടെ മാറ്റം, അയാൾ ക്രിസ്തുവിന്റെ ശിഷ്യനാണ്, ഒരു മാറ്റവും ഇല്ല എന്ന് പറയുന്ന അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. എങ്കിൽ തന്നെയും ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങളിൽ നമ്മൾ രണ്ടാമതായിട്ട് പറഞ്ഞത് സ്വഭാവ രൂപീകരണമാണ്. മൂന്നാമതായിട്ട് അതിൽ വരുന്നത് ആത്മീക പക്വത. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്ന ഒരു വ്യക്തിക്കുള്ള അടുത്ത പ്രത്യേകത എന്ന് വെച്ചാല് ആത്മീക പക്വത പ്രാപിച്ച ഒരു വ്യക്തിയായിരിക്കും. നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 11 മുതൽ 14 വരെയുള്ള വചനങ്ങൾ വായിക്കാം. ഇതുവരെ വായിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിക്കാട്ടോ. ബൈബിളൊക്കെ എടുത്തിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾ ബൈബിളിൽ നോക്കി ഒരു വാക്യങ്ങൾ വായിച്ചാ ആയിട്ടിരിക്കാം. എബ്രായർ 5-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. നിങ്ങൾക്ക് വളരെ പറവാനുണ്ടെങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീരുന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനല്ല നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയമുള്ളവർക്കായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വായിച്ചു കേട്ടതിലെ എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഒരു വ്യക്തിക്ക് നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള ഒരു വിവേചന ബുദ്ധി ലഭിക്കുന്നതാണ് ഒരു പക്വതയുടെ അനുഭവം എന്ന് പറയുന്നത്, ആത്മീക പക്വതയുടെ. അപ്പൊ അത് ശിശുക്കളായിരിക്കുമ്പോൾ സാധ്യമല്ല. പാല് മാത്രം കുടിക്കുന്ന ഒരു വ്യക്തിക്ക് കട്ടിയായുള്ള അല്ലെങ്കിൽ ഒരു ശിശുവിനെ പാല് മാത്രമേ കുടിക്കുവാനുള്ള ആരോഗ്യസ്ഥിതിയുള്ളൂ. ശാരീരികമായി മാനസികമായി അത്രേ വളർച്ചയുള്ളൂ. ആ സമയത്ത് പാല് മാത്രം കുടിക്കുന്ന അനുഭവമായിരിക്കും. എന്നാൽ കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. എന്നാൽ കാലങ്ങൾ കഴിയും തോറും ആ നീതിയുടെ വചനത്തിലെ പരിചയം വന്ന് ഓരോന്നും വിലയിരുത്തുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. നമുക്കിന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ അറിയാം, പലതും ഇന്ന് നന്മ തിന്മകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് അതെല്ലാം ശരിയാണ്, അതെല്ലാം നല്ലതാണ് എന്ന് വെക്കുന്ന ഒരു സമൂഹത്തിൽ ആണ് നാം ഒക്കെ ഇപ്പോൾ ആയിരിക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് നാം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയാനായിട്ട് കഴിയുന്നത് എന്നാണ് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ദൈവത്തിന്റെ വചനത്തിൽ അടിസ്ഥാനമിട്ട ഒരു ക്രിസ്തു ശിഷ്യനാണെങ്കിൽ ആ വ്യക്തിക്ക് ഏതാണ് ശരിയായത്, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ക്രിസ്തു ശിഷ്യൻ എന്റെ ബോധം എന്ന് പറഞ്ഞാൽ അത് അസാധാരണമാണ്. സാധാരണ ഒരു വ്യക്തിയേക്കാൾ കവിഞ്ഞ ഒരു പക്വതയാണ് ഒരു ക്രിസ്തു ശിഷ്യന് ഉണ്ടാകുന്നത്. നമുക്ക് എങ്ങനെയാന്ന് മനസ്സിലാക്കാന്ന് വെച്ചാൽ, സാധാരണ ആളുകൾ എങ്ങനെയാണ് ശരി തെറ്റ് വിലയിരുത്തുന്നത്? അവര് ജനിച്ച മതത്തിന്റെ അടിസ്ഥാനത്തിൽ, അവർക്ക് ലഭിച്ച മതബോധത്തിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കുറെ മര്യാദകളൊക്കെ ഉണ്ട്, സാമൂഹികമായിട്ടുള്ള മര്യാദകളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന്റെ നിയമം എന്ത് പറയുന്നു, ആ രീതിയിൽ ഒക്കെയാണ് സാധാരണ ഈ ലോകത്തിലെ മനുഷ്യരെ അത് ശരിയാണോ തെറ്റാണോ നന്മയാണോ തിന്മയാണോ എന്ന് വിലയിരുത്തുന്നത്. എന്നാൽ ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു കാര്യത്തെ വിവേചിക്കുന്നത്, വിലയിരുത്തുന്നത് എന്ന് വെച്ചാൽ ദൈവവചനത്തിലൂടെ ഉള്ള ഒരു പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു ശിഷ്യൻ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. അപ്പൊ ശരിയാണോ തെറ്റാണോ നന്മയാണോ തിന്മയാണോ എന്നൊക്കെ വിവേചിക്കുന്നത്. അതിനെയാണ് നമ്മളിവിടെ ആത്മീയ പക്വത എന്നതിലേക്ക്
വിരൽ ചൂണ്ടുന്നത്. അപ്പൊ ഈ പോയിന്റ് നമ്മളോട് പറയുന്നത് ക്രിസ്തു ശിഷ്യനായിരിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് ലഭിക്കുന്ന പ്രയോജനങ്ങളിലെ മൂന്നാമത്തെ പോയിന്റ് ആണ് ആത്മീക പക്വത. അത് കാലങ്ങൾ കൊണ്ട് ഉണ്ടായി വരുന്നതാണ്. അത് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളോ രാജ്യത്തിന്റെ നിയമങ്ങളോ നമ്മളുടെ മതത്തിന്റെ ബോധനങ്ങളോ ഒന്നുമല്ല സ്വാധീനിക്കുന്നത്. ദൈവത്തിന്റെ അതിവിശുദ്ധമായ സത്യവേദ പുസ്തകത്തിലെ വചനങ്ങൾ ആയിരിക്കണം നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. എന്ത് കാര്യവും ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിലയിരുത്തലാണ് ക്രിസ്തു ശിഷ്യനുണ്ടായിരിക്കുക. അത് വളരെ പ്രയോജനം നൽകുന്ന കാര്യമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. കാരണം നമുക്കറിയാം കഴിഞ്ഞു പോയ തലമുറകളിലുള്ള ആളുകള്, പ്രായമുള്ള ആളുകള് ഇന്നത്തെ കാലഘട്ടത്തിലെ കാര്യങ്ങൾ കണ്ട് അവരൊക്കെ ഭയങ്കര അത്ഭുതപ്പെട്ടിരിക്കുകയാണ്, അതിശയിച്ചിരിക്കുകയാണ്. ഇന്ന് എന്താണ് പ്രായം ചെന്നവരെ ബഹുമാനിക്കാത്തവരെ, മാതാപിതാക്കളെ അനുസരിക്കാത്തവരെ, അതുപോലെ തന്നെ പലവിധ പ്രകൃതി നിയമത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതിന്റെ നടുവിൽ ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ വിലയിരുത്തേണ്ടത് എന്നാണ് ഇത് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിലൂടെയുള്ള നമ്മുടെ പരിചയം. അപ്പൊ ഈ ബൈബിൾ ക്ലാസ് ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. ക്രിസ്തു ശിഷ്യൻ, ഒരു ക്രിസ്തുവിന്റെ ശിഷ്യനാണ് ദൈവവചനം പഠിക്കുവാനുള്ള ആഗ്രഹം. അത് മനസ്സിലാക്കണം. എന്താണ് ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, നാം ആയിരിക്കുന്ന ഭവനത്തെ, സമൂഹത്തെ, നമ്മുടെ ചുറ്റുപാടിലെ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നായിരിക്കും എപ്പോഴും ഒരു ദൈവ പൈതലിന്റെ, ദൈവമകന്റെ ഹൃദയത്തിലെ ആഗ്രഹം. അതിന്റെ ഭാഗമായിട്ടാണ് ദൈവവചനം പഠിക്കുന്നത്, ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥനയ്ക്കായിട്ട് സമയം കണ്ടെത്തുന്നത്. അപ്പൊ അതൊന്നുമില്ലാത്ത ആളുകൾ, സാധാരണ ആളുകൾക്ക് യേശു കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. അപ്പൊ അവരുടെ പിതാവിന്റെ ഇഷ്ടങ്ങളാണ് അവരെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവൻ ബോഷ്ക്ക് പറയുന്നു, അവൻ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അപ്പൊ ബോഷ്ക്ക് പറയുന്നോണ പറയുക എന്ന് വെച്ചാൽ സിമ്പിളാണ്, അത് സ്വന്തമായ കാര്യമാണ്, അതൊന്ന് എടുത്തു പറയുന്നു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. എന്നാൽ ക്രിസ്തു ശിഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ദൈവവചന പ്രകാരമായിരിക്കും സാഹചര്യങ്ങളെ, വ്യക്തികളെ, അതുപോലെ ഓരോ സംഭവങ്ങളെ വിലയിരുത്തുന്നത്. അങ്ങനെ ആത്മീക പക്വത പ്രാപിച്ച ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒരു വ്യക്തി ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്നാൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുണ്ടാകുന്ന ഗുണങ്ങള്, അത് ആത്മീകമായിട്ടുള്ളതും ഭൗതികമായിട്ടുമുള്ളതുമുണ്ട്. അതില് നമ്മള് ഈ ബുക്കിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള 3 പോയിന്റ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് വീണ്ടും ജനനം. ഒരു വ്യക്തി വീണ്ടും ജനനം പ്രാപിച്ചു എന്നുള്ളത്, അതായത് നിത്യജീവനിലേക്കുള്ള പ്രവേശനം ലഭിക്കുകയാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചത് മൂലം. അതാണ് ആത്മാവിന് നിത്യജീവൻ. നമുക്കറിയാം ഈ ലോകത്തിലെ നമ്മുടെ ആയുസ് എത്രയെന്ന് ഒരു മനുഷ്യനും ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒരു ഉറപ്പുമില്ലാത്ത കാര്യമാണ്. ഒരു ഗ്യാരണ്ടി ഇല്ല, വാറണ്ടിയും ഇല്ല. കഴിഞ്ഞ ദിവസത്തെ പേപ്പറിൽ കണ്ടു, കർണാടകത്തിലെ ഹാസൻ എന്ന ജില്ലയിലെ കഴിഞ്ഞ വളരെ ചുരുങ്ങിയ കാലയളവില് 45 വയസ്സിന് താഴെയുള്ള 20ലധികം പേര് മരണപ്പെട്ടു ഹൃദയാഘാതം മൂലം. അപ്പൊ അവിടുത്തെ മുഖ്യമന്ത്രി അവിടെ ഉത്തരവിട്ട് എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇത്രയും പേര് മരിച്ചുപോയത്, ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചുപോയതെന്ന് അന്വേഷിക്കാനായിട്ട്. അപ്പൊ ഒരു ആൾക്കും അവരുടെ ജീവിതത്തെ കുറിച്ചിട്ട് ഒരു ഗ്യാരണ്ടിയും ഇല്ല. എത്ര സമയം ഈ ലോകത്തിൽ നമ്മളായിരിക്കും എന്നതിനെ കുറിച്ചിട്ട് ആർക്കും ഒരു ഉറപ്പുമില്ല. എന്നാൽ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിനേക്കാൾ ഉപരി നമുക്ക് നിത്യജീവൻ വാഗ്ദത്തം ചെയ്ത യേശു കർത്താവ് മരണത്തിലും, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതൊരിക്കലും അവസാനമല്ല, അത് നമുക്ക് ആ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരം നഷ്ടമാകുന്നത് എന്നൊരു ദൈവ പൈതലിന് ഉറപ്പുണ്ട്, ബോധ്യമുണ്ട്. അതാണ് വീണ്ടും ജനനത്തിലൂടെ നമുക്ക് ആ ആത്മാവിന്റെ നിത്യജീവനാണ് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് വീണ്ടും ജനിച്ച വ്യക്തികളുടെ സ്വഭാവത്തിലെ ഓരോ ദിവസവും ക്രിസ്തുവിനോടുള്ള ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നുകൊണ്ടിരിക്കും. അതായത് നമുക്കുണ്ടായിരുന്ന സ്വന്തം സ്വഭാവങ്ങളൊക്കെ ഉപേക്ഷിച്ച് ദൈവവചന പ്രകാരം ക്രമീകരിച്ച് ആ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിട്ട് തീരുവാനായിട്ട് ഇടയാകും. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ആത്മീകമായിട്ട് പക്വത പ്രാപിക്കും. യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്ന വ്യക്തി പക്വതയുള്ള, നമുക്കറിയാം അത് എങ്ങനെയുള്ള പക്വതയാണ് നമ്മൾ പഠിച്ചു. നീതിയുടെ വചനത്തിലെ പരിചയം ഉള്ള വ്യക്തിയായിട്ടാണ് ഓരോ കാര്യത്തിനെയും വിലയിരുത്തുന്നത്, നന്മ തിന്മകളെ തിരിച്ചറിയേണ്ടതെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് വ്യക്തിപരമായ പ്രയോജനങ്ങളൊന്ന് പറയാം ഓരോരുത്തർക്കായിട്ട്. ഇതുവരെ പറയാത്തവരെ പോയിന്റുകൾ പറയാൻ ശ്രമിക്കണം. അതിനുശേഷം നമ്മൾ
സാമൂഹികമായിട്ടുള്ള പ്രയോജനങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഒരു ക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്ന വ്യക്തിക്ക് വ്യക്തി ഉൾപ്പെടുന്ന സമൂഹത്തിന് എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ വ്യക്തിപരമായ പ്രയോജനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ഓരോരുത്തർക്കായിട്ട് പറയാം. ഇതുവരെ പറയാത്തവരെ പറയാൻ ശ്രമിക്കണം. വീണ്ടും ജനനം, സ്വഭാവ രൂപീകരണം, ആത്മീയ പക്വത. സ്വഭാവ രൂപീകരണത്തിലൂടെ, മനുഷ്യന്റെ സ്വഭാവ രൂപത്തിലൂടെ ആത്മീയ പക്വത. വീണ്ടും ജനനം, സ്വഭാവ രൂപീകരണം, ആത്മീക പക്വത. ജലത്താലും വെള്ളത്താലും ആത്മാവിനാലും നിത്യജീവനിലേക്ക് പ്രവേശിക്കുക. പിന്നെ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ അനുരൂപരായി ഇരിക്കുക. പിന്നെ ആത്മീയമായ നന്മതിന്മകളെ ദൈവവചനത്തിലൂടെ തിരിച്ചറിയാനുള്ള പക്വത നേടുക. ഇതെല്ലാമാണ് ശിഷ്യത്വത്തിന്റെ പ്രയോജനങ്ങൾ. ഒരു വിധം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായി. അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ അതിന്റെ ബെനിഫിറ്റ്സ് അനുഭവിക്കാൻ ദൈവം സഹായിക്കട്ടെ. അടുത്തായിട്ട് നമ്മൾ ഒരു ക്രിസ്തു ശിഷ്യൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്, സാമൂഹികമായ പ്രയോജനങ്ങളെ കുറിച്ച് നമുക്ക് വിലയിരുത്താം. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന്റെ മുൻകാല അനുഭവങ്ങള്, ഇവിടെ നിലനിന്നിരുന്ന അനാചാരങ്ങൾ, അയിത്തം, അതുപോലെ ഇന്ത്യയുടെ നിലവാരം നോക്കുകയാണെങ്കിൽ സതി, അങ്ങനെയുള്ള പല അധാർമിക പ്രവർത്തനങ്ങളും നിലനിന്നിരുന്ന ഒരു രാജ്യത്തില് സുവിശേഷം അനേകം മിഷണറിമാർ കടന്നു വന്ന് സുവിശേഷം അറിയിച്ചതിലൂടെ വളരെയധികം വ്യത്യാസം നമ്മുടെ സമൂഹത്തിന്, കേരളത്തിലായാലും കേരളം ഉൾപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യ രാജ്യത്തിലും നമുക്ക് പല രീതിയിലും അത് പ്രകടമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴും നമുക്കറിയാവുന്നത് പോലെ ഇപ്പൊ PPCയുടെ പ്രവർത്തനങ്ങളും ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും സുവിശേഷം കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ വ്യക്തികൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ആ സമൂഹത്തിനുണ്ടാകുന്ന വ്യത്യാസങ്ങള് അത് അതിശയിപ്പിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനത്തിന് മാത്രമാണ് യഥാർത്ഥമായിട്ട് അങ്ങനെ ഒരു സമൂഹത്തിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിത്യ നരകത്തിലേക്ക് പോകേണ്ടുന്ന വ്യക്തികളെ നിത്യജീവനിലേക്ക് കൊണ്ടുവരുവാനും, അതുപോലെ തന്നെ അവരുടെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളെ, സാമൂഹിക ചുറ്റുപാടുകളിലെല്ലാം ആ ഒരു വ്യത്യാസം വെളിപ്പെടുവാനായിട്ട് ഇടയാകുക. അപ്പൊ സാമൂഹികമായ പ്രയോജനങ്ങളിലെ ആദ്യമായിട്ട് പറയുന്ന പോയിന്റ് ധാർമ്മിക പരിവർത്തനം എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കണം, സത്യം അനുസരിച്ച് പ്രവർത്തിക്കണം, നീതിയോടെ പ്രവർത്തിക്കണം എന്ന് ഓരോ വ്യക്തിക്കും അറിയാവുന്നത് പോലെ ഒരു സമൂഹം ആ കാര്യം ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ സമൂഹം തന്നെ വളരെ വ്യത്യാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകും. അവരുടെ ഓരോ രീതികളിലും ആ വ്യത്യാസം പ്രകടമാകും. നമുക്കൊരു വചനം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വചനങ്ങൾ. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. അപ്പൊ നമ്മൾ വായിച്ചു കേട്ടിയപ്പോ ഒരു സമൂഹത്തിന്റെ അവിടുത്തെ വ്യക്തികളുടെ പ്രത്യേകതകൾ, ആ ഒരു ഗ്രൂപ്പിന്റെ പ്രത്യേകതകളാണ് വായിച്ചത്. ദൈവത്തെ അറിയാത്ത ആളുകളുടെ ഒരു പ്രത്യേകതകളാണ് നമ്മൾ അവിടെ വായിച്ചു കേട്ടത്. അപ്പൊ സുവിശേഷം കടന്നു ചെന്നിട്ട് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി തീർന്ന ഒരു സമൂഹത്തിലെ എന്താണ്, മനുഷ്യർക്ക് മനുഷ്യരെ സഹജീവികളായി കാണുവാനും അവരെ സ്നേഹിക്കുവാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം, യേശു കർത്താവ് സ്വന്തം ജീവൻ കൊടുത്തിട്ട് നമ്മെ സ്നേഹിച്ചു. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധിക സ്നേഹം ആർക്കുമില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞ യേശു കർത്താവ് സകല മാനവജാതിക്കും വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു.
തന്റെ രക്തം ഊറ്റിക്കൊടുത്തു നമുക്ക് ആ നിത്യജീവൻ നൽകി തന്നു. അതുപോലെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ, അതുപോലെ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ പാപങ്ങള് ശാപങ്ങൾ എല്ലാം നീക്കുവാനായിട്ട് യേശു കർത്താവ് മനുഷ്യനായി ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലത്ത് ഭാഗത്ത് മധ്യസ്ഥത ചെയ്യുന്നു. അപ്പൊ ആ ക്രിസ്തുവിന്റെ സ്നേഹം ഒരു വ്യക്തി മനസ്സിലാക്കുന്നു. അത് മറ്റുള്ളവരിലേക്ക് ആ ക്രിസ്തുവിന്റെ സ്നേഹം പകരുമ്പോൾ അനേകർ ക്രിസ്തുവിന്റെ ശിഷ്യരായി തീരുന്നതിലൂടെ ആ സമൂഹത്തിൽ തന്നെ അതിന്റെ പ്രകടമായ മാറ്റങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ധാർമ്മിക പരിവർത്തനം എന്നുള്ളതാണ്. അതിൽ പറയുന്നത് മനുഷ്യരെ സ്നേഹിക്കുവാനായിട്ട്, മറ്റു മനുഷ്യരെ സഹജീവികളെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യനായി തീരുന്നതിലൂടെ. അതുപോലെ തന്നെ അനേക സ്ഥലങ്ങളിലെ രാജ്യങ്ങളിലെല്ലാം നരഭോജികള് നരസ്നേഹികളായി മാറുവാനായിട്ട് ഈ സുവിശേഷ നിമിത്തം ഇടയായിട്ടുണ്ട്. അതുപോലെ ഓരോ സമൂഹത്തിൽ നിലനിന്നിരുന്ന അടിമത്തം, ബാലവേല, പിന്നെ ചൂഷണങ്ങള്, പീഡനങ്ങള് ഇതെല്ലാം മാറ്റുവാനായിട്ട് ദൈവവചനത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാന്യമായിട്ടുള്ള വിവാഹം, മാതൃകാപരമായ കുടുംബജീവിതം സമൂഹത്തിൽ ഉണ്ടാകുവാനായിട്ട് ദൈവവചനം കടന്നു ചെന്നതിലൂടെ ഇടയായിട്ടുണ്ട്. നമുക്കറിയാം ദൈവവചനത്തിൽ പറയുകയാണ് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ചിന്താഗതി എന്താണ്? കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചാലും നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് വിട്ടുപോകുന്ന ഡൈവേഴ്സ് കേസുകൾ കൂടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഒരു ക്രിസ്തു ശിഷ്യൻ, ദൈവവചനം അനുസരിക്കുന്ന ഒരു ദൈവ പൈതൽ കുടുംബജീവിതത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുകയും ദൈവത്തിന്റെ വചനത്തിൽ തങ്ങളുടെ ജീവിതം പണിതെടുക്കപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് സമൂഹത്തിലെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ക്രിസ്തു ശിഷ്യർ എന്ന് പറയുമ്പോൾ യഥാർത്ഥമായി ക്രിസ്തുവിനെ അംഗീകരിച്ചവരെ, പേരിലുള്ള ക്രിസ്ത്യാനിത്വമല്ല ഇവിടെ പറയുന്നത്. ദൈവവചന പ്രകാരം ജീവിതം ക്രമപ്പെടുത്തുവാൻ തങ്ങളെ തന്നെ സമർപ്പിച്ചവർക്ക് മാത്രമാണ് ഈ ബെനിഫിറ്റ്സ് അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പേരിൽ ക്രിസ്ത്യാനികളായവർക്ക് സാധിക്കണമെന്നില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ മേഖലകളിലും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിലെ നിലനിൽക്കുന്ന ദുഷ്ടതകളെല്ലാം. എന്നാൽ ദൈവവചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നവർ, ദൈവത്തെ ഭയപ്പെടുന്നവരെ, ഇങ്ങനെയിൽ നിന്ന് എല്ലാം അകന്ന് ദൈവത്തിന് പ്രസാദമുള്ളവരായിട്ട് ജീവിക്കാൻ ആ സമൂഹം ആ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുത്തുന്നതായിട്ട് തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞത് ധാർമ്മിക പരിവർത്തനം എന്നുള്ള ഒരു പോയിന്റാണ്. അടുത്തതായിട്ട് ക്രിസ്തു ശിഷ്യരായിട്ട് മാറുമ്പോൾ ആ സമൂഹത്തിനുണ്ടാകുന്ന പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാംസ്കാരിക പരിവർത്തനം എന്നതാണ്. സാംസ്കാരിക പരിവർത്തനം നമുക്കറിയാം, ഓരോ രാജ്യത്തിനും ഓരോ ദേശത്തിനും അതിന്റെ സംസ്കാരങ്ങളുണ്ട്, അവരുടെ കാഴ്ചപ്പാടുകളുണ്ട്. എന്നാൽ സുവിശേഷം ചെന്ന് എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം അവരുടെ കാഴ്ചപ്പാട്, അവർക്ക് സാമൂഹിക മാറ്റത്തിനായുള്ള ഒരു ശക്തമായ കാഴ്ചപ്പാട് അവിടുത്തെ വ്യക്തികൾക്ക് ലഭിക്കുകയാണ്. കാരണം സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് പ്രത്യാശയുടെയും വീണ്ടെടുപ്പിന്റെയും സന്ദേശമാണ്. അപ്പോൾ പ്രത്യാശയില്ലാത്ത ആളുകളാണ് ഇന്ന് ലോകത്തിലെ അധിക ഭാഗം. നിരാശരായി പല മേഖലകളിലെ നിരാശരായി ജീവിക്കുന്ന ആളുകളുടെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം അവിടെ കടന്നു ചെല്ലുമ്പോൾ, സുവിശേഷം കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ പ്രത്യേകത, ക്രിസ്തു ശിഷ്യനായിട്ട് അവിടെയുള്ളവർ തീരുമ്പോൾ ആ സംസ്കാരത്തിന് തന്നെ മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ദൈവവചനം പറയുന്നു, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായി പോയ ഒരു വിഭാഗം മനുഷ്യരെ കുറിച്ചിട്ട്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ഞങ്ങളാണ് ജ്ഞാനികൾ. പക്ഷെ ദൈവം അവരെ വിലയിരുത്തുന്നത് മൂഢർ എന്നുള്ള അവസ്ഥയിലാണ്. ദൈവം തന്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. അപ്പോൾ ഒരു സമൂഹത്തിന്റെ പ്രത്യേകത, ഒരു സമൂഹത്തെ ദൈവം തെരഞ്ഞെടുക്കുകയാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും എന്ന് പറഞ്ഞ് ദൈവം ഒരു വിഭാഗത്തെ വേർതിരിക്കുമ്പോൾ അവർ മൂലം ആ ഒരു സമൂഹത്തിൽ വരുന്ന വ്യത്യാസങ്ങള്, മുമ്പേ കരുണ ലഭിക്കാത്തവരെ ഇപ്പോൾ കരുണ ലഭിച്ചവരെ എന്ന് ദൈവവചനത്തിലെ അഭിസംബോധന ചെയ്യാണ്.
അപ്പൊ ഒരു സമൂഹത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ ക്രിസ്തു ശിഷ്യർക്ക് കഴിയും എന്ന് നമുക്ക് ആ വചനത്തിലൂടെ ഗ്രഹിക്കാവുന്നതാണ്. അതുപോലെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്തിലേക്കൊക്കെ വിദേശ രാജ്യത്ത് നിന്ന് മിഷണറിമാർ കടന്നു വന്നതിന്റെ ഭാഗമായിട്ട് അവർ വിദ്യാഭ്യാസത്തിലൂടെ അവർ ചെയ്ത വ്യത്യാസങ്ങൾ, ഓരോ സമൂഹത്തിനും വരുത്തിയ മാറ്റങ്ങൾ, അതുപോലെ തന്നെ പല ഭാഷകളും ചരിത്രം, ശാസ്ത്രം ഇതെല്ലാം പഠിക്കുവാനായിട്ട് ഈ രാജ്യത്തിലുള്ളവർ സാധിച്ചു. വാർത്താ മാധ്യമങ്ങൾ ഉണ്ടായത് അവരുടെ പ്രവർത്തന ഫലമായിട്ട്. അതുപോലെ അന്ധവിശ്വാസങ്ങൾ, ശൈശവ വിവാഹങ്ങൾ, ജാതി വിവേചനം, ലിംഗാസമത്വം ഇതൊക്കെ നിലനിന്നിരുന്ന രാജ്യത്തില് ഇങ്ങനെയുള്ള അനാചാരങ്ങളൊക്കെ ഈ മിഷണറിമാരുടെ പ്രവർത്തന ഫലമായിട്ട് വളരെയധികം വ്യത്യാസം വരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയാം. നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ മതി. മിഷണറിമാർ വന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥകളും ഇപ്പോഴത്തെ അവസ്ഥകൾ, അതുപോലെ കേരളത്തിലെ അടിച്ചു നോക്കിയാൽ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർക്ക് അതിൽ നോക്കിയാലായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു സമൂഹത്തെ മൊത്തത്തിലെ മാറ്റിയെടുക്കുവാനായിട്ട് ക്രിസ്തു ശിഷ്യനെ കഴിയും എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിലൂടെയും ഇപ്പോൾ നിലനിൽക്കുന്ന സാമൂഹിക അവസ്ഥകളും മുന്നത്തെ അവസ്ഥകളും കൂടെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. അതുപോലെ ഈ സുവിശേഷത്തിന് പ്രചോദനം ഉൾക്കൊണ്ട ക്രിസ്ത്യൻ മിഷണറിമാരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? അവര് സാമൂഹിക പ്രസ്ഥാനങ്ങള്, സ്കൂളുകള്, ആശുപത്രികള്, വിവിധ സാമൂഹിക സേവനങ്ങള് ഇതിനൊക്കെ അവര് പ്രാധാന്യം കൊടുത്തിരുന്നു. അതായത് നമുക്കറിയാം ഓരോ ആളുകളെയും ദൈവം വിളിക്കുമ്പോൾ, നേരത്തെ വായിച്ചു കേട്ടതുപോലെ 1 Petrus 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പൊ വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും ദൈവം ഓരോ നിയോഗം കൊടുക്കും. അവർ എപ്രകാരം ആ സമൂഹത്തിൽ പ്രവർത്തിക്കണം. ഒരു ക്രിസ്തു ശിഷ്യൻ എന്തൊക്കെയാണ് താൻ ആയിരിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള മാറ്റങ്ങൾ വരും. അതുകൂടാതെ അവരെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നത് എപ്രകാരമാണ് എന്നത് അത് വ്യത്യസ്തമായിട്ടായിരിക്കും. ഓരോരുത്തർക്കും ദൈവം കൊടുക്കുന്ന കഴിവുകൾ, താലന്തുകൾ എല്ലാം വ്യത്യസ്തമാണ്. യേശു കർത്താവ് പറഞ്ഞ താലന്തിന്റെ ഉപമയില് നമ്മൾ വായിക്കുമ്പോൾ അറിയാം, 1 താലന്ത് ലഭിച്ച ആളുണ്ട്, 2 താലന്ത് ലഭിച്ചത്, 5 താലന്ത് ലഭിച്ചത്. അപ്പോ അവിടെ കംപ്ലൈന്റ് പറയുന്നില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് കുറവോ കൂടുതലോ എന്നുള്ളതല്ല, ലഭിച്ചത് എന്ത് ചെയ്തു എന്നാണ്. 1 ലഭിച്ചവൻ നമുക്കറിയാം അവൻ കുഴിച്ചിട്ടു എന്നുള്ള അവസ്ഥ. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിട്ടുള്ള കഴിവുകള് ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളായിരിക്കുന്ന സമൂഹത്തിനെ വളരെ സ്വാധീനിക്കാൻ, മാറ്റം വരുത്തുവാനായിട്ട് ഈ ദൈവവചനത്തിന് കഴിയും. അപ്പൊ അനേകം മിഷണറിമാരിലൂടെ അത് നമ്മുടെ നാട്ടിലെ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മളിലൂടെ, നമ്മളായിരിക്കുന്ന സഭയിലെ, സമൂഹത്തിലെ, ഭവനത്തിലെ, നമ്മുടെ ദേശത്തെ ചുറ്റുപാടിലൊക്കെ ഈ സുവിശേഷത്തിന്റെ ശക്തി നമ്മളിലൂടെ വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഈ ബൈബിൾ ക്ലാസ്സുകളൊക്കെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അത് പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും വ്യത്യാസമൊന്നുമില്ല. ദൈവസന്നിധിയില് നമ്മളെല്ലാവരും ഒരുപോലെയാണ്. പഠിപ്പിക്കുന്നവരായാലും പഠിക്കുന്നവരായാലും ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്, അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നത് മാത്രമല്ല ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പോ ഏതൊരു മനുഷ്യനോടും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കടന്നു ചെന്ന് സംസാരിക്കാൻ നമ്മുടെ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. നമ്മെ ക്രിസ്തുവിനോട് അടുപ്പിച്ച വചനങ്ങൾ ഇനിയും അനേകരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വിളിക്കുവാനും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹികമായ ജീവിതത്തിലും എല്ലാം മാറ്റം വന്ന് സാംസ്കാരികമായും ധാർമ്മികമായും എല്ലാം വ്യത്യാസത്തിലേക്ക് നടത്തുവാൻ ഈ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. ഒരു ക്രിസ്തു ശിഷ്യന് കഴിയും, ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് കഴിയും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിലെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ സിലബസ് പ്രകാരം പഠിക്കുവാനായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യങ്ങൾ സാമൂഹികമായിട്ടുള്ള പ്രയോജനങ്ങൾ എന്നതാണ്. അതിൽ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് ധാർമ്മികമായിട്ടുള്ള പരിവർത്തനം, രണ്ടാമതായിട്ട് സാംസ്കാരിക പരിവർത്തനം. അത് വിശദീകരിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഒരു വ്യക്തി ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അദ്ദേഹം ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തെ ദൈവം അയക്കുന്ന ഓരോ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും എല്ലാം ജില്ലകളിലും സ്റ്റേറ്റുകളിലും ദേശങ്ങളിലും എല്ലാം
ഈ ദൈവത്തിന്റെ വചനത്തിലൂടെ മാറ്റം സംഭവിക്കും എന്നതില് യാതൊരു സംശയവുമില്ല. അപ്പൊ ക്രിസ്തു ശിഷ്യനായി തീരുന്നതിന്റെ പ്രയോജനങ്ങളാണ് ഇന്നത്തെ ടോപ്പിക്കില് നമ്മൾ പഠിച്ചത്. അപ്പൊ രണ്ടാമത് പറഞ്ഞ ഭാഗത്തിലെ ഒന്ന് അതിന്റെ പോയിന്റുകളൊക്കെ ഒന്ന് പറയാം, ഓരോരുത്തരായിട്ട് പറയാനായിട്ട് ശ്രമിക്കാം. രണ്ടാമത്തെ സാമൂഹികമായിട്ടുള്ള മനസ്സിലായത് ചെറിയ രീതിയിൽ പറയാം. ധാർമ്മികമായ പരിവർത്തനം സംഭവിക്കും. സാംസ്കാരിക പരിവർത്തനം. മനുഷ്യർ സഹജീവികൾ ധാർമ്മികമായ നിങ്ങൾക്ക് മനസ്സിലായ പോലെ കാര്യങ്ങള് നിങ്ങളുടെ മനസ്സില് ദൈവം ഇപ്പോ സംസാരിച്ചതുമായ രീതിയിൽ നിങ്ങൾക്ക് പറയാം. പോയിന്റുകൾ പറഞ്ഞു. അതിനുശേഷം ഈ ചാപ്റ്ററിലൂടെ ദൈവം നിങ്ങളുടെ ഇടപെട്ട അനുഭവങ്ങൾ ഇപ്പോ ഷെയർ ചെയ്യാം. ഞാൻ വടക്കിന്ത്യയിലേക്ക് പോകുമ്പോ അവിടെ ഗ്രാമങ്ങളിലാണ് നമ്മളെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച രാജശാലായിരുന്നു. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സുവിശേഷം അറിഞ്ഞ് ചർച്ചിൽ വരുന്ന ആളുകളുടെ ജീവിത രീതിയും സുവിശേഷം അറിയാത്ത ആളുകളുടെ ലൈഫും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാറ്റം കാണാൻ സാധിക്കും. സുവിശേഷം അറിഞ്ഞ ആൾക്കാര്, പ്രത്യേകിച്ച് സ്ത്രീകള് ചർച്ച വരുമ്പോൾ, പ്രത്യേക വടക്കേന്ത്യയിലൊക്കെ നമ്മളെ പോലെ കേരളത്തിൽ പോലുള്ള ഡ്രസ്സിങ് അല്ല അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും ബ്ലൗസ് ഉപയോഗിക്കുന്നവരല്ല, അവരെല്ലാവരും ഒരു സാരി കൊണ്ട് ഒരു പാക്കായിട്ട് ആയിട്ടാണ് അവരവരെ ഡ്രസ്സ് ധരിക്കുന്നത്. അതൊരു ഫുള്ളായിട്ടുള്ള ഒരു ഡ്രസ്സിങ് അല്ല അത്. പക്ഷെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മൾ സഭയിൽ ചേരുന്ന ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകള്, അവരെല്ലാം ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ നമ്മളെ പോലെ തന്നെ കേരളത്തിൽ പോലെ ബ്ലൗസ് ധരിച്ച് വരുന്ന ഭൂരിഭാഗമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിവിടെ പഠിച്ചതുപോലെ തന്നെ സുവിശേഷം എവിടെല്ലാം കടന്നു ചെല്ലുവോ അവിടെയൊക്കെ കാതലായ മാറ്റങ്ങൾ ഉണ്ട് എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് നമുക്ക് മിഷണന്മാർ നമ്മുടെ ഇന്ത്യ കടന്നു വന്നു, അവര് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്തു, ഒപ്പം തന്നെ വചനത്തിൻ്റെതായിട്ടുള്ള അറിവ് അവർക്ക് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ കേരളം തന്നെ ഒരു വലിയൊരു മാറ്റമുണ്ട്. കേരളം ഗോഡ്സം കൺട്രി പറഞ്ഞ വളരെ വ്യത്യസ്തമുണ്ട്. അതിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാം കാണാൻ സാധിക്കും. അപ്പം തന്നെ നമ്മുടെ ഗ്രാമങ്ങളിലും വടക്കേന്ത്യയിലൊക്കെ നമ്മൾ ഈ സുവിശേഷം പ്രസംഗിച്ച് അവരെന്നെ ചർച്ച കൊണ്ടുവന്ന് അവരെ പഠിപ്പിച്ച് മാറ്റിയെടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ടെന്ന് ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞത് എന്റെ അനുഭവം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ സുവിശേഷം മിഷണറിമാർ വന്നതോടുകൂടി സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, അങ്ങനെ പിന്നെ അനാചാരങ്ങളൊക്കെ മാറി. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ ക്ലാസ് പഠിക്കുന്ന നല്ല കാര്യം തന്നെയാണ്. ഇങ്ങനെ നമ്മൾ മാറ്റം വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും അതിലോട്ട് ഇറങ്ങണം. ഇത് നമ്മുടെ പഠിച്ചു മനസ്സിലാക്കി ഇത് പെട്ടിലാക്കി വെച്ചിട്ട് കാര്യമില്ല. ഈ ഒരു സുവിശേഷം, ഈ സന്ദേശം അനേക ജാതികളിലേക്ക് എത്തുവാൻ നമ്മൾ കഠിന പരിശ്രമം ചെയ്യണം, കഠിന പ്രയത്നം ചെയ്യണം. നമ്മൾ പഠിച്ചു മനസ്സിലാക്കി കൊണ്ടുവച്ചു നോട്ട് ചെയ്ത് കൊണ്ടുവച്ചു വെച്ചിട്ട് കാര്യമില്ല. ഈ സുവിശേഷം അനേക ജാതികളിലേക്ക് എത്തുവാൻ നമ്മൾ ആവുന്ന ഒരു പ്രയത്നം നമ്മൾ പിന്നിൽ ചെയ്യേണ്ടതുണ്ട്. പഠിച്ച പോലെ തന്നെ പല കഴിവുകളുണ്ട്, പല ടാലന്റുകളുണ്ട്. ആ ടാലന്റുകൾ എന്താണ് മനസ്സിലാക്കി കർത്താവിന്റെ കാര്യക്ക് വേണ്ടി ഉപകാരപ്പെടുത്തുവാൻ ഈ ക്ലാസ് കഴിയട്ടെ. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങൾ പറയാണ്ടെങ്കിൽ പറയാം. നമ്മുടെ ഷാജി ബ്രദറും അതുപോലെ അനൂപും എഴുതിയിട്ടുണ്ട്, അവരും പറയുവാനായിട്ട് ഇടയായി. നമ്മൾ ഈ പറഞ്ഞതുപോലെ പഠിച്ച് അത് മനസ്സിലാക്കി നമ്മൾ ഇത്രയും പഠിച്ച് പാസ്സായി എന്ന് പറയുന്നതിനല്ല, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. യേശു കർത്താവ് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും
ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. അപ്പൊ ആ ദൈവശക്തിക്കായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നമ്മൾ ഈ വചനം കേട്ട് നമ്മളത് പഠിച്ച് മനസ്സിലാക്കി മറ്റ് മിഷണറിമാര് പ്രവർത്തിച്ച് ഇത്രയും വ്യത്യാസങ്ങൾ വന്നു എന്നിരിക്കുന്നതിൽ അപ്പുറമായിട്ട് ദൈവം നമ്മളെയൊക്കെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.